ഈ മന്ത്രിസഭയിലെ മറ്റൊരു സവിശേഷത യുവാക്കളാണ് കൂടുതൽ എന്നുള്ളതാണ്. യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടത്. എന്തായാലും സംസ്ഥാന മന്ത്രിസഭയിൽ യുവാക്കളുടെ പ്രതിനിധിയായി എത്തുകയാണ് അങ്കമാലിയുടെ MLA റോജി എം ജോൺ. 3ാം തവണ നിയമസഭയിലേക്ക് എത്തിയപ്പോഴാണ് മന്ത്രിസ്ഥാനം റോജിയെ തേടിയെത്തുന്നത്. കൊച്ചിയുടെ വേഗതയ്ക്കനുസരിച്ചുള്ള വളർച്ചയാണ് അങ്കമാലി മണ്ഡലം റോജിയിലൂടെ പ്രതീക്ഷിക്കുന്നത്. റോജി സഭയിലേക്ക് എത്തുമ്പോൾ വികസനത്തിന്റെ വേഗത കൂടും എന്ന വിശ്വാസത്തിലാണ് അങ്കമാലിക്കാർ. കോൺഗ്രസ് യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് റോജി എം ജോൺ അങ്കമാലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 3ാം തവണയാണ് റോജി തുടർച്ചയായി അങ്കമാലിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. 2016 JDS സ്ഥാനാർത്ഥി ബെന്നി മൂഞ്ഞേലിയെ പരാജയപ്പെടുത്തിയാണ് ആദ്യ നിയമസഭാ പ്രവേശനം. 2021 ജോസ് തെറ്റേലിനെ പരാജയപ്പെടുത്തി. 2026 3ാം അംഗത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാജു പോളിനെ പരാജയപ്പെടുത്തിയത്. SH കോളേജ് തേവര, JNU ഹൈദരാബാദ്, ഡൽഹി സർവകലാശാല എന്നിവിടങ്ങളിലായിരുന്നു റോജി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. MA MPhil ആണ് വിദ്യാഭ്യാസ യോഗ്യത. NSUI ദേശീയ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2001 SH കോളേജ് തേവര യൂണിയൻ ചെയർമാൻ, 2005 JNU NSUI സംസ്ഥാന സെക്രട്ടറി, NSUI ദേശീയ പ്രസിഡന്റ് തുടങ്ങിയ പദവികളിൽ പ്രവർത്തിച്ചു. റോജി ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ യുവാക്കളുടെ പ്രതീക്ഷകൾ കൂടിയാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.